വെൽക്കം ടു ദ നോട്ടി അണ്ടർസ്കോർ സിബ്ലിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ലാഗ് എടുത്ത് കുറേ ഗെയിം വീഡിയോ ഇറക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന അതിന് സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായി നമ്മൾ കുറച്ച് വീഡിയോ ഇറക്കി. അപ്പോൾ ഇന്ന് നമ്മൾ കയറാൻ വരുന്നത് CS ആയിട്ടാണ്. CS റാങ്കാണ് വരാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യും. കുറച്ചായിട്ട് ലാഗാകും, കാരണം സ്കൂൾ ഓപ്പണിങ്ങും പിന്നെ എക്സാം അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് കുറച്ചൊരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ യൂസിന് തക്ഷി കിട്ടി, ഈ ബണ്ടിൽ ഫുള്ളും എനിക്ക് കിട്ടി കേസ്. ഞാൻ കാണിച്ചിടാം. പിന്നെ കേസ് എന്താണ് അറിയില്ല. എവിടെ പോയി? തൊപ്പി ഉണ്ടല്ലോ എൻ്റെ. അതെ, തൊപ്പി ഫുൾ ഡേക്ക് കണ്ട, ഫുൾ ഡേക്ക് ഞാൻ പൊട്ട് വന്നിട്ടുണ്ട്. ഞാൻ തൊപ്പി ഇടുന്നില്ല. തക്സുയുടെ മുടിയാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ഈ മാസ്കും അത്ര സെറ്റ് ഇല്ല. കൗല കണ്ട ഡ്രസ്സ് ഇത് ഫുൾ. ഇത് ഞാൻ വാങ്ങിയതാണ് സ്റ്റോറിൽ നിന്ന്. എല്ലാവർക്കും വേണമെങ്കിൽ വാങ്ങാം. പാൻറ്റ് ഞാൻ കാണിക്കാൻ പറഞ്ഞിട്ടാണ്. പാൻറ്റ് ഇതേ ഇത്. പക്ഷേ പാൻറ്റ് ഇല്ല. ഇതൊക്കെ ഇത് ഫുൾ വണ്ടിയിൽ അത്രയും പഠിപ്പ് വണ്ടിയിട്ടാണ്, അത് ഞാൻ ഇടാറില്ല. പക്ഷേ ഡ്രസ്സും ഇത് ആർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ നമുക്ക് BR ഉള്ളത് CS ആണ്. ഞാൻ ഡയമണ്ട് 3 എടുത്ത്. ഇത്രയും ദിവസം ഞാൻ അന്ന് പ്ലാറ്റിനം 4ഉം പ്ലാറ്റിനം 3 ആയിരുന്നു. പക്ഷേ ഈ വട്ടം പ്ലാറ്റിനം 4 പ്ലാറ്റിനം 3 ഒക്കെ ഞാൻ നിങ്ങൾ വീഡിയോ ഇറക്കാൻ തന്നെ ഞാൻ കളിച്ച് കുറേ ഇത് നേടി. പിന്നെ ഞാൻ ഹീറോയ്ക്ക് നേടിയത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീഡിയോയിൽ ഇറക്കിയിട്ടുണ്ടാവും. അത് അവിടെ ഉണ്ട്. പുറത്തെ ടീം കുഴപ്പമില്ലാത്ത ടീം, വലിയ ഭാഗമൊന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കയറിച്ചല്ല. പക്ഷേ അപ്പം ഞാനിവിടെ വെടിയൊക്കെ പൊടുന്നേ തുടങ്ങി. പക്ഷേ കൊണ്ടില്ല, വെടി കൊള്ളണില്ല. ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അവൻ്റെ അവന് കില്ല് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ഗൈസ് വേറെ പോകും. ഈ കുട്ടി ബാക്കിൽ നിന്ന് കിട്ടി ഗൈസ്. എന്താണ് വിധി? ബാക്കിൽ നിന്ന് ചപ്പില്ല. ഒരു കില്ലെന്തോ ബാക്കി കൊണ്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് പ്രശ്നമില്ല. ഒന്നും കൂടി ഞാൻ പറയാണ്, കാണുന്ന എല്ലാ മച്ചന്മാരും ഒന്നുമില്ലായിരിക്കും സബ് ചെയ്യാം. പിന്നെ അവൻ 30 തോമസാണ് എടുത്തിട്ടുള്ളത്. അടുത്ത മാച്ചിൽ ഞാൻ നോക്കണം MP40 പിന്നെ AUG എടുത്തത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇനിയിപ്പോൾ AUG എടുക്കാൻ നോക്കുന്നത്. എടോ ഇവന്മാരുടെ ഫയറിങ് ഇത് എൻ്റെ കളിയാണുള്ള ഇതിനാണെന്ന് തോന്നുന്നു. എന്താ കളിയെന്നോ തോന്നണം. പക്ഷേ ഞാൻ റോങ് വേണം. എൻ്റെ വേ മൈ ബേ. എടോ ഇതാരും എനിക്ക് അയച്ചു വീട് വെച്ച് ഇവിടെ മൈ കില്ലു ഈ സാധനങ്ങൾക്ക് ഞാൻ വേറെ എൻ്റെ ആളാണ് അങ്ങനെയൊന്നും പറയും. അവൻ്റെ അവൻ്റെ സിമ്പിളി. അപ്പോൾ നമ്മളിന്ന് ഡയമണ്ട് 3 സ്റ്റാർ ചിലപ്പെട്ടു. ഇവിടെ ചെങ്ങായി നമ്മളിട്ടടിക്കണം. എല്ലാവരും തക്സൂയുടെ വാങ്ങാൻ നിന്നു കേട്ടോ. തക്സൂയ സെറ്റാണത്. ഇവിടെ മറ്റവനെ കളി കാണാൻ നിൽക്കും. കളി കാണുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇൻവൈറ്റ് ചെയ്യാം ഗൈസ്. ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യും. എൻ്റെ ഇതല്ലേ MP40. ബായ്. ഞാൻ ഇപ്പം MP40 എടുക്കണല്ലോ ഗൈസ്. ഇപ്പം തന്നെ AUG വെക്കാം. എന്നാലും കുഴപ്പമില്ല. 2 സീൻ കണ്ണ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇത് തോമസിന് എന്തായാലും ഡെസേർട്ട് ഈഗിൾ എടുക്കുന്നുണ്ട് ഗൈസ്.
ഇവന്മാരിവിടെ ഇട്ട് അടി ഉണ്ടാകുന്നുണ്ടെന്ന് കേട്ടു ഒളിപ്പ് പറഞ്ഞു. Bro, this match shoot up. ഉമ്മാരൊക്കെ ഇവിടുന്ന് ഓടിയോ? എടാ അവനക്ക് നല്ല ഡാമേജ് കൊടുത്തടാ. എന്റെ കില്ല് എടുക്കലടാ. എന്താ എന്തെങ്കിലും വിളിച്ചു പോയിട്ട് എടാ സീന് ചെക്കന് സീന് അതെന്താ അടിച്ചു? എന്താടാ അയാൾക്കാണ് MP40 സീനാണ്. MP40 ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തോമസും വലിയതൊന്നുമില്ല, വലിയ MP40 പോലെ തന്നെ. പക്ഷെ MP40 അത്ര തിക്നെസ് ഇല്ല. എൻ്റെ കാല് ഇവിടെ തായ അടിക്കടാ. ഓ ഞാൻ നേരത്തെ കളിയിലാണ്. ഈ കളി നമ്മൾ എങ്ങനെയാലും ജയിക്കണം ഗൈസ്. നിങ്ങൾ സബ്ബുട്ട ജയിക്കും. ദാറ്റ് മേ ബി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ വട്ടം ഞാൻ എവിടെന്നെങ്കിലും അടി വരട്ടെ. ഞാൻ അങ്ങനെ അടുത്തൊട്ട് ഈ വട്ടം അടിച്ചോ. ഞാൻ ഈ വട്ടം അങ്ങനെ അടിക്കാൻ നിൽക്കണമെന്നില്ല. പിന്നെ ദൂരൊക്കെ അടിക്കുമ്പോൾ ഇതടിച്ചടിക്കും. ഞാൻ മണ്ടത്തിലോണം കാണിക്കണമെന്ന് നിങ്ങൾക്കറിയാം. ബായ് എടാ പെട്ടെന്ന് വാടാ, എന്ന് രക്ഷിക്കടാ. എന്താടാ മൊത്തം സെൽഫിഷ് പ്ലേയേഴ്സ് ആണ് ഗൈസ്. എന്ത് ചെയ്യാനാണ് ഗൈസ്, എല്ലാവരും സെൽഫിഷാണ്. ഏത് പൊട്ടറാണ് ഷാരോക്ക് എന്ന് പറഞ്ഞത്? ഏതോ പൊട്ടറാണ് കളിക്കാനറില്ല. എൻ്റെ ഹെൽപ്പ് എന്തുണ്ടാക്കാൻ പോകുന്നത്? ചിലപ്പോൾ ഉണ്ടാക്കും ഓംപ്ലേറ്റോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കും. ഇപ്പം ഉണ്ടാക്കി തന്നെ ഓംപ്ലേറ്റാ ഗൈസ്. എന്ത് ചെയ്യാനാണ്? മുട്ട പൊരിച്ച് തിന്നാനുള്ളതിനായിരിക്കും അവൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാനാണ്? Oh no man, പൊളിച്ചു. Now I have the main loot. ചെക്കന്മാരുടെ അർബീസൊക്കെയാണോ? അപ്പോൾ അവരൊന്നും ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അവരെ ആക്കണതാ ബെറ്റർ. കാരണം അവരെ സൗണ്ട് ഇതിലേക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ആക്കാനില്ല, ഞാൻ ഒന്നുമില്ല. പിന്നെ മേളിൽ നിൽക്കണം. മറ്റേ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് മേളിലേക്ക് പോകണ ഈ വീടില്ലേ, ഈ വീട്ടിൽ ഒരു ഉപകാരമില്ല പക്ഷെ ഞാൻ പറയണത്. കാരണം നമ്മൾ കുനിഞ്ഞിട്ട് ഇരുന്നാൽ സ്നൈപ്പറും കൊണ്ട് ആരെങ്കിലും ഒരു അടി അടിച്ചാൽ മതി. നമ്മൾ തലക്കൊണ്ട പിന്നെ പറയേണ്ടത്. ഒന്നാമനെ ബോഡി ചെല്ലണത് തന്നെ ഹാർഡാണ്. അപ്പോഴാണ് മേല് അടിച്ചിട്ടാ. പ്ലീസ് ഒന്ന് രക്ഷിക്കടാ, പ്ലീസ് എടാ, പ്ലീസ് എടാ. ഇവന് ഏതവനാണ്? എടാ രക്ഷിക്കടാ. എന്താണ് ഇങ്ങനെ? എന്ത് ചെയ്യാനാ ഗൈസ്? നമ്മുടെ ഫ്രണ്ട്സ് ആയി പോയാൽ നൈസ്. ഞാൻ പറഞ്ഞു ബൈ. വാട്ട് ഈസ് ദിസ്? കൂടാ എടാ ഹെൽപ്പ് ചെയ്യടാ ഇവന്. ബ്രോ ഹിസ് സോ ഡം ബ്രോ. എടാ പൊട്ടനാണ്. എൻ്റെ ഹെൽപ്പ് ചെയ്യടാ. ഇവന് ഏതവനാടാ? ചങ്ങായി എടാ ഞാൻ PC അല്ല കളിക്കണം. അതാണ് മെയിൻ പ്രോബ്ലം. ഞാൻ PC-യിലല്ല കളി. സ്മൂത്നെസ്സൊന്നും ഉണ്ടാവില്ല. ഞാൻ കളിക്കണം ടാബിലാണ്. ഒന്നാമത് ഞാൻ PC-യിലല്ല ഈ കളി കളിക്കണം. PC കളിക്കാനുള്ള പൈസയൊന്നും ഇല്ല ഇത് വാങ്ങാൻ. അപ്പോൾ എടോ ഇവന്മാരടിച്ചിട്ടോ നമ്മുടെ കയ്യിൽ PC-യില്ല. ദാറ്റ്സ് ദ മെയിൻ പ്രോബ്ലം. അവന്മാർ ആ സൈഡിൽ നിന്നായിരിക്കും എപ്പോഴും അടിക്കണത്. അതുകൊണ്ട്
ബി കെയർഫുൾ. ഐ സേ ബി കെയർഫുൾ. ഇവൻ്റെ അല്ലല്ലോ, ഞാൻ എന്ത് ഇവിടെ നോക്കണ്ട. ഈ മെസ്സേജ് വെറുതെ ഇട്ടാ ശരിക്കും ഗുഡ് ജോബ് എന്നൊന്നും ഇല്ല. ഗുഡ് ജോബ് എന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ വെറുതെ ഇട്ടുന്നുള്ളൂ ഗൈസ്. ഞാൻ ആർക്കും ഗുഡ് ജോബ് കൊടുത്തില്ലല്ലോ. എടോ മറ്റേ വീണ്ടും എന്ത് കാണുന്നുണ്ട് വെച്ചാൽ ലൈവല്ല ഗൈസ്, ലൈവൊന്നല്ല കേട്ടോ. അവൻ കാണുന്നത് വേറെ എൻ്റെ ഈ മാച്ച് കാണുന്നതാണ്. സ്പെക്ട് ചെയ്യേണ്ടവൻ എടാ, അവനെയാണെങ്കിൽ ആ ഓറിയോണോടെ ഐറ്റം സീൻ കുഴപ്പമില്ല. അവൻ്റെ ഇട്ട് ഞാൻ പഠിച്ചു. ഞാൻ അവൻ്റെ ആദ്യം കൊല്ലട്ടെ എന്നിട്ട് ബാക്കി കാര്യം. അയ്യോ സൈഡിൽ കുഴപ്പമില്ലടാ. എവിടെ പറയാം. ഓ ഷിറ്റ്. എടാ അവൻ്റെ ഈ സൈഡിൽ വരും. അപ്പോൾ ദാറ്റ് ഈസ് ദ മൈൻ. എടാ ഞാനല്ല ഇല്ലെടുത്തന്നാലും കുഴപ്പമില്ല. വെറുപ്പിട്ടിച്ചോ ഗൈസ്. നിങ്ങൾ സബ് ഇടില്ലാത്തതുകൊണ്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങാനും പറ്റുള്ള വാങ്ങാനും നിങ്ങൾ സമ്മതിക്കൂല. കാരണം ഇവിടെ വാങ്ങി തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാം മക്കളെ. ഗിഫ്റ്റ് അതിനാണ് മനസ്സ് പോലെ നിങ്ങൾ കാണിക്കണം. അതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം. അതിൻ്റെ ഒരു മനസ്സ് കാണിക്കണം. ഒരു മനസ്സ് കാണണം പിള്ളേരെ. മനസ്സ് അങ്ങനെ അതിൻ്റെ ഒരു സ്നേഹം പോലെ എൻ്റെ അടുത്തില്ല ഗൈസ്. നിങ്ങൾക്കാണെങ്കിൽ ഏക്കട്ടോക്ക് പിന്നെ കൊമ്പന് കൊമ്പൻ ഇവരൊക്കെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. അവർ മാത്രമല്ല ഗൈസ്. ഞാനൊരു ബിഗിനറായിട്ട് ഡെവലപ്പറാണ്. ഓ അവിടെ അടിയില്ല. അവിടെ പോയിട്ട് ഓ നോ മാൻ. ഓ ഞാനെന്ത് പൊട്ടറ. ആ അത്രേ ഉള്ളൂ. അത് ഇന്റർനെറ്റ് പോയാണ്ട്. ഓ ബൈ ഞാനപ്പോ കാണിച്ചേ. ഇവിടെ ഇവൻ രക്ഷിക്കൊന്ന്. എടാ എല്ലാവരും ഇതാടാ. എടാ ഒന്ന് രക്ഷിച്ചാടാ. ഒരു ഹെൽപ്പ്. എന്താണ് പ്രശ്നം? നിങ്ങൾ വന്ന ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഹെൽപ്പ് ചെയ്യും. പടക്കം പൊട്ടിച്ചു. എൻ്റെ ടീം പൊളി ആയതുകൊണ്ടായിട്ട് ഞാൻ പടക്കം പൊട്ടിച്ചു. അയ്യോ 3 അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ബൈ.